ജന്മാദ്യസ്തേതന്യാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാർത്തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാവിനിമയോ എത്ര തിസർഗോമുഷാരാംനാഥേന തഥാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 8 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ടു. 8ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ, ഭഗവാൻ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ച് രക്ഷിക്കുന്നു എന്നുള്ള അതിനെ സംബന്ധിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് വരും എന്താണെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം മുഴുവൻ വേണം. അങ്ങനെയുള്ള ചോദ്യം എപ്പോഴും കുറവാകും, ഉത്തരമായിരിക്കുമല്ലോ കൂടുതൽ. അപ്പം അതിന് ശുഗമഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടിയാണ് 9ാമത്തെ അധ്യായത്തിൽ. 8ാമത്തെ അധ്യായത്തിൽ ചോദ്യങ്ങളും 9ാമത്തെ അധ്യായത്തിൽ അതിനുള്ള ഉത്തരം. ശ്രീശുക ഉവാച ആത്മമായാമൃതേ രാജൻ പരസ്യ അനുഭവാത്മനാനക്കടേതാർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ. ആദ്യം തന്നെ ശുഗമഹർഷി പറഞ്ഞു ചില തത്വങ്ങൾ ആദ്യം പറഞ്ഞിട്ടാണ്. ഹേ രാജാവേ, ആത്മമായാം ഹൃദേ, ആത്മാവിൻ്റെ മായയെ കൂടാതെ പരസ്യ അനുഭവാത്മന, പരനായും അനുഭവസ്വരൂപനായും ഇരിക്കുന്ന ജീവന് അഞ്ചസ, സാക്ഷാത്തായിട്ട് അർത്ഥസംബന്ധ, അർത്ഥത്തോടുള്ള ചേർച്ച ന കടയത്ത, കടിക്കയില്ല. എന്താ ഇപ്പം മനസ്സിലായി? എന്താ മനസ്സിലാവുക? അങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എന്താണ് അർത്ഥം? അർത്ഥസംബന്ധ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് അർത്ഥം? അർത്ഥ എന്നുള്ള വാക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുള്ളൊരു വാക്കാണ്. പുരുഷാർത്ഥം എന്നൊരർത്ഥം, ആത്മം, അർത്ഥം, കാമം, മോക്ഷം. ധാനം എന്നൊരർത്ഥം, വാക്കുകളുടെ അർത്ഥം, അതൊരർത്ഥം. അതർത്ഥമാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഈ അർത്ഥം എന്നുള്ള വാക്കിന് ഉണ്ട്. ഇപ്പം ഇവിടെ ശരിക്കുള്ള അർത്ഥം പഞ്ചഭൂതങ്ങൾ എന്നാണ്. അർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്, നമ്മൾ ധ്യാന ശ്ലോകത്തിൽ തന്നെ ചെല്ലുന്നുണ്ട്. ജന്മാദ്യസ്യ ഏതോ അന്നയാതി ഇതര തച്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ട്. എന്താണ് അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൽ ദേഹമാണ്. ഒരുപാട് കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് ഉള്ള ഒരു സംഗതി ദേഹമാണ്. ദേഹം, നമ്മുടെ ദേഹം എല്ലാം പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചതാണ്. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, ഇതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ശരീരത്തെയാണ് സത്യത്തിൽ ഇവിടെ അർത്ഥം എന്ന് ഉദ്ദേശിച്ചിരിക്കണം. പറയുന്ന വേണം, എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ. അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതമാണോ? പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ശരീരവുമാണ്. അങ്ങനെ എടുത്താൽ മതി, കാലം അങ്ങനെ മതി. അപ്പോൾ ആ ശരീരവുമായിട്ട് ജീവന് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അനുഭവ ആത്മന, ഇവിടെ അർത്ഥങ്ങൾ പോണ പോക്ക് നോക്കുക. ആത്മന, എന്താ ആത്മന? ജീവൻ. ആത്മാവും ആവാം, ജീവനും ആവാം. ആത്മന, ആ ആത്മാവിന് അല്ലെങ്കിൽ ജീവന് ശരീരവുമായിട്ടുള്ള ബന്ധം. അതിപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇപ്പം എന്താ അർത്ഥം? എന്താണ് ആത്മന? ആത്മാവ്, അർത്ഥം, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം. അപ്പം അതുമായിട്ടുള്ള ബന്ധം
അർത്ഥസംബന്ധ, അർത്ഥവുമായിട്ടുള്ളതായിട്ടുള്ള ബന്ധം സത്യത്തിൽ ഇല്ല. ന ഘടേത, ഘടേത നെഗറ്റീവ്, ന ഘടേത മീൻസ് ഇല്ല, ഘടിക്കയില്ല. അതായത് ജീവനാണെങ്കിലും ആത്മാവാണെങ്കിലും അതിന് ശരീരവുമായിട്ട് സത്യത്തിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. സുഖദുഃഖങ്ങൾ, വേദന, പ്രപഞ്ച അനുഭവങ്ങൾ എന്നിവ ആത്മാവിന് ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം പിന്നെ എങ്ങനെയാണ് സംസാരാനുഭവങ്ങൾ, സുഖം, ദുഃഖം, വിശപ്പ്, രാഗം, ദേഷ്യം, ലാഭബോധം, നഷ്ടബോധം, ലാഭവും നഷ്ടമല്ല കേട്ടോ, ലാഭബോധം, നഷ്ടബോധം, അത് എവിടെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് സൃഷ്ടമാവുന്നത്? നല്ലൊരു ചോദ്യമാണത് ആത്മീയത്തിൽ. നമ്മളിപ്പോൾ ഇതാ പറയണു ജീവനോ ആത്മാവിനോ അതിന് ബന്ധമില്ല എങ്കിൽ എവിടെയാണ് ഈ വക അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് സുഖദുഃഖങ്ങൾ, രാഗദ്വേഷങ്ങൾ, ലാഭബോധങ്ങൾ, നഷ്ടബോധങ്ങൾ, ലാഭവും നഷ്ടമല്ല അതിൻ്റെ ബോധം, ലാഭമായി കിട്ടി നഷ്ടം വന്നു എന്ന ബോധം എങ്ങനെയാണ് പിന്നെ ഉണ്ടാവുന്നത്? വ്യക്തികൾക്ക് എവിടെയാണ് അത് സൃഷ്ടമാകുന്നത്, എങ്ങനെയാണ് അത് സൃഷ്ടമാകുന്നത്? ഈ ചോദ്യത്തിനാണ് സത്യത്തിൽ ഇവിടെ ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ആയിട്ടൊന്നുമില്ല, അതിങ്ങനെ കാല് വെച്ചിരിക്കുകയാണ്. സ്വപ്നദ്രഷ്ടുമിവാഞ്ജസ, സ്വപ്നദ്രഷ്ടു ഇവാഞ്ജസ, സ്വപ്നം കാണുന്നത് പോലെയാണ് ആ അനുഭവങ്ങൾ. അതിനാണ് ആത്മമായാം, ആത്മാവിൻ്റെ മായയെ കൂടാതെ അതിനൊരു കാരണമില്ല, ആത്മമായ മാത്രമാണ് കാരണം. ഏതുപോലെ സ്വപ്നദൃഷ്ടം ഇവാഞ്ജസ, മായയാണ് ഇതിനെല്ലാം കാരണം. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നത്തിൽ പലതും കാണുന്നത് വലുത് സത്യമാണോ? പക്ഷേ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നടക്കണ പോലെ തോന്നുന്നു. ചിലപ്പോൾ ഈ റിയലായിട്ടുള്ള ലോകത്തിൽ ഉള്ളതിനേക്കാളും ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അയ്യോ, ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാണോ? വളരെയേറെ യാഥാർത്ഥ്യം ഉള്ള തോന്നലുണ്ടായിരുന്നു. ഈശ്വര, ഉണർന്നപ്പോഴാണ് സ്വപ്നമല്ല എന്ന് തന്നെ മനസ്സിലായത്. ഉണർന്നപ്പോഴാണ് സ്വപ്നമല്ല എന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ഉണർന്നിട്ടും കഴിഞ്ഞിട്ടില്ല, കുറച്ച് നേരം വേണ്ടി വന്നു താൻ കണ്ടത് സ്വപ്നമാണ് എന്ന് ഉറപ്പിക്കാൻ. കുറച്ച് നേരം വേണ്ടി വന്നു, ഉണർന്നിട്ട് കുറച്ച് പെട്ടെന്നായില്ല. ആ സ്വപ്നത്തിൽ വാസ്തവത്തിൽ സത്യമുണ്ടോ? ഇല്ല. പക്ഷേ അത് യഥാർത്ഥമായിട്ട് തോന്നിയില്ലേ? ഉണ്ട്. ഇല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വപ്ന സമാനമാണ് എന്ത്? മായ. സത്യത്തിലില്ല, സത്യത്തിൽ ഇല്ല, പക്ഷേ ഉണ്ട് എന്ന് തോന്നുന്നു. ഇതാണ് സത്യത്തിൽ പരസ്യാനുഭവം എന്ന് പറയുന്നത്. മായാബന്ധം ആത്മാവിന് ഉള്ളത്. സത്യത്തിൽ ആത്മാവിൻ്റെ മായാബന്ധവും ശരീരബന്ധവും ന ഘടേത, ഘടിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല. അത് മായ കൂടാതെ വേറെ കാരണമില്ല, മായയാണ് കാരണം. ആത്മമായാം ഹൃദേ, ഹൃദേ എന്നാണ്, കൂടി ചേരുമ്പോൾ മായാം ഹൃദേ എന്ന് പറയണം. മൃതല്ല, അവിടെ ഋതമാണ്. ഋതം എന്ന് പറഞ്ഞാൽ കൂടാതെ, ആത്മമായ കൂടാതെ സംസാരബന്ധത്തിന് വേറെ കാരണമൊന്നുമില്ല, മായ മാത്രമാണ്. അത് സ്വപ്ന സമാനവും ആണ്. ഇതാദ്യം പറഞ്ഞു വെച്ചു, ഇനി വിസ്തരിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ബഹുരൂപ ഇവാഭാതി മായാ ബഹുരൂപയാ രമമാണോ ഗുണേശ്വസ്യ മമാഹം ഇതി മന്യതേ. ഇതാ വീണ്ടും പറഞ്ഞു, ബഹുക്കളായ രൂപങ്ങളോടുകൂടിയ മായ. ഇതെന്തൊരു കഥയില്ല, വേറൊന്നുമല്ല, ഒരു വിരസമായിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തോന്നും, പക്ഷെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ആത്മീയ ബോധമുള്ളവർക്ക് ഈ വിഷയം ഇതൊക്കെയാണ് ശരിക്കും സത്യം എന്നാണ്. ഇതിനു വേണ്ടി അത്ര കഥകൾ കൊണ്ടുവരണത്.
കഥകളെ കൊണ്ടായിട്ടൊന്നും നേടാനൊന്നുമില്ല. അതിങ്ങനെ പറയണമെന്ന് മാത്രം. ഈ പറയുന്ന കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് സത്യത്തിൽ കഥ. കഥയിൽ തന്നെ കടന്ന് തിരിയരുത്. അങ്ങനെ തിരിഞ്ഞാൽ നമ്മളെവിടെ എത്തില്ല. വിഗ്രഹത്തിൽ തന്നെ തിരിയണ പോലെ. വിഗ്രഹത്തിലാണോ ഈശ്വരൻ? ഒരിക്കലുമില്ല. അപ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ള തത്വമാണ് ഈ അധ്യായത്തിൽ ഏതാനും ശ്ലോകത്തിൽ പറയണത്. ബഹുരൂപയാ, ബഹുക്കളായിരിക്കുന്ന രൂപങ്ങളോട് കൂടിയ മായയാ. മായ എപ്പോഴും ബഹുത്വം നാനാത്വത്തിൽ അധിഷ്ഠിതമാണ്. ബഹുത്വം നാനാത്വം എന്നത് മായയുടെ സ്വഭാവമാണ്. സത്യമായിരിക്കുന്ന ഈശ്വരനാവട്ടെ ഏകത്വത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഏകത്വമാണ്, ബഹുത്വമില്ല. ഭഗവാൻ ബഹുത്വം എന്നൊന്നില്ല. മായയാകട്ടെ ബഹുത്വമേ ഉള്ളൂ. അപ്പോൾ ബഹുത്വത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മായ നിമിത്തം ബഹുരൂപ ഇവ ആഭാതി, ബഹുരൂപം എന്ന് തോന്നുന്നു. ഇതാണ് മായ. അസ്യ ഗുണേഷു, ഈ മായയുടെ ഗുണങ്ങളിൽ രമമാണ്, രമിക്കുന്നവനായിട്ട്, എൻ്റേതെന്നും മമ, അഹം ഞാൻ എന്നും മന്യതേ വിചാരിക്കുന്നു. ബഹുരൂപത്വത്തിൽ രസിക്കുന്നവനായിട്ട്, രമമാണ്, രമിക്കുന്നവനായിട്ട്, ഞാൻ എന്നും എൻ്റേത് എന്നും ഉള്ള തെറ്റായ ഭ്രമം, അങ്ങോട്ട് ചേർക്കാൻ തെറ്റായെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, തെറ്റായിട്ട് യഥാർത്ഥത്തിലില്ലാത്ത ഭ്രമം നമുക്ക് ഉണ്ടാവുന്നു. ബഹുരൂപ ഇവ ആഭാതി, ആഭാതി തോന്നുന്നു, സത്യത്തിലില്ല, തോന്നുന്നു. ബഹുരൂപ ഇവ ആഭാതി മായ ബഹുരൂപയ, ബഹുരൂപത്തിലുള്ള മായ കൊണ്ട് ബഹുരൂപമാണ് എന്ന് തോന്നുന്നു. രമമാണോ ഗുണേശസ്യ മമാഹം ഇതി മന്യതേ, മമ എന്നും അഹം എന്നും ഇങ്ങനെ. മമാഹം, അഹം ഞാൻ, മമ എൻ്റെ, ഞാൻ എന്നും എൻ്റേതും എന്നുള്ള തോന്നൽ തോന്നുന്നു. ബഹുരൂപ ഇവാഭാതി. അനവധി കണ്ണാടികൾ പല ആംഗിളുകളിൽ നമ്മൾ ക്രമീകരിച്ച് വെച്ചാൽ, ഒരു ദീപം കൊളുത്തിയാൽ ആ ദീപം തന്നെ അനവധി ദീപമായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ? നമ്മുടെ അനുഭവത്തിൽ അമ്പലത്തിൽ വിളക്ക് വയ്ക്കും, പിന്നെ അപ്പുറത്തൊരു വിളക്ക് വയ്ക്കും. വിഗ്രഹത്തിൻ്റെ ചില പ്രതിഷ്ഠകളിൽ കാണാം, ഒരൊറ്റ വിളക്കാണ് പിന്നിൽ കത്തണത്. പക്ഷെ അതിൻ്റെ ആംഗിളുകൾ ക്രമീകരിച്ചത് കാരണം നമുക്ക് കുറേ വിളക്ക് ഇങ്ങനെ പിന്നിൽ കാണുന്നത് ഒരു വട്ടത്തിൽ കുറേ വിളക്കായിട്ട് തോന്നുന്നുണ്ട്. അതെങ്ങനെ സത്യത്തിൽ തോന്നണത്? ബഹുരൂപൈവാഭാതി. ഏറ്റവും എളുപ്പത്തിലും ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ബഹുരൂപൈവാഭാതി, പല രൂപത്തിൽ കാണുന്നു. പല വിളക്കുകളായിട്ട് നമുക്ക് കുറേ ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടോ പിന്നാപ്പുറത്ത് എന്ന് തൊഴുകുമ്പോൾ തോന്നില്ലേ? വിഗ്രഹത്തിനെ നോക്കി നമ്മൾ തൊഴുകുമ്പോൾ പിന്നാപ്പുറത്ത് കുറേ ദീപങ്ങൾ കാണും. സത്യത്തിൽ ഒരൊറ്റ ദീപമാണ് ഈ പല ദീപമായിട്ട് തോന്നുന്നത്. ബഹുരൂപ ഇവാഭാതി മായയാ ബഹുരൂപയാ, തോന്നൽ കൊണ്ടാണ്. ഇങ്ങനെ തന്നെയാണ് പ്രപഞ്ചവും. യർഹിവാവ മഹിംനിസ്സേ പരസ്മിൻ കാലമായയോ രമേതഘടസമ്മോഹത്തിക്തോദാസ്തേ തദോഭയം. കാലമായയോ, പുരുഷപ്രകൃതികളിൽ നിന്നും പരസ്മിൻ വിട്ടിരിക്കുന്ന സേ മഹിംനി, മഹിമാവായ ഭഗവാനിൽ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഉള്ളിലുള്ളത് ഭഗവാനാണ്. അത് പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുമോ? നമ്മളിൽ ഭഗവാനോ? അതെ, നമ്മളിൽ ഭഗവാനുണ്ട്. അത് നേരെ ഒന്ന് തിരിച്ചറിയണം എന്നൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അതറിയണില്ല അധികം ആൾക്കാരും. ഈശ്വരാ, അപ്പോൾ വെറുതെ ആണോ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കണത്? വെറുതെ ഇല്ല, ഒരു തെറ്റുമില്ല. ആരെയാണ് നമസ്കരിക്കണത്? 60-70 കിലോ ഉള്ള ഈ മാംസപിണ്ഡത്തിനെ അല്ല. അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചൈതന്യമുണ്ട്, അതിനെ നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളെ നമസ്കരിക്കുന്നത് തെറ്റ്, മരിച്ചാൽ നമസ്കരിക്കണത് തെറ്റ്, കാല് തൊട്ട് തലയിൽ വെക്കുന്നത് തെറ്റ്, ചെയ്യേണ്ട ആവശ്യമില്ല.
അയാളോടുള്ള ആദരവ് സൂചകമായി ഒരാൾ ചെയ്യണത് നമ്മൾ ചെയ്യണു, നമ്മൾ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് മാത്രമേ അതിന് അടിസ്ഥാനമുള്ളൂ. ഞാൻ ചെയ്യാറില്ല. ഒരാൾ മരിച്ച അയാളുടെ കാല് തൊട്ട് തലയിൽ വെക്കൽ ഞാൻ ചെയ്യാറില്ല. ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകേണ്ടത് പോയിരിക്കണു. ഇനി ആ ശവത്തിനെയാണോ നമ്മൾ തൊട്ട് തലയിൽ വെക്കണം? ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ അയാളുടെ കാലിൻ്റെ താഴെ എവിടെയെങ്കിലും നിന്നിട്ട് 2 കൈ ഒന്ന് കൂപ്പി ആത്മാവിന് ശാന്തി നൽകാൻ പ്രാർത്ഥിക്കുക. അത് ചെയ്യാം. അതിപ്പോൾ അവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ അയാളോടുള്ള ആദര സൂചകമായിട്ട് 2 കൈയും നെഞ്ചത്ത് ചേർത്തിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നരക ദുഃഖങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് കൊടുക്കണേ ഭഗവാനെ, നരക ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കി തീർക്കണമേ, ആത്മാവിന് ശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മരിച്ചു പോയ ഒരാളുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ കത്തിച്ച് ഭസ്മാക്കേണ്ടതാണ്, കേട് വരുന്നതാണ്. അതിന് നമ്മൾ തൊടു പോലും ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടാൽ നമ്മൾ അശുദ്ധ ആവുക ചെയ്യണം. അല്ലാണ്ട് അയാൾക്ക് ശുദ്ധി കിട്ടണമില്ല, നമ്മൾ അശുദ്ധാവുകയും ചെയ്യും. അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ ഇടയിൽ. മരിച്ചാൽ പോയിട്ട് തൊട്ട് തലയിൽ വയ്ക്കും. ജീവിച്ചിരിക്കുമ്പോൾ അയാളെ ഒന്ന് നമസ്കരിക്കുമോ? ഒരിക്കലുമില്ല. അയാൾ അറിയില്ലല്ലോ. അപ്പോൾ ഏറ്റവും വലിയ കാവട്ടിയല്ലേ മരിച്ച ഒരാളെ നമസ്കരിക്കുന്നത്? ആലോചിച്ചു. മരിച്ച ആളെ നമസ്കരിക്കാം കേട്ടോ. മരിച്ച ആളുടെ ശവത്തിനെ നമസ്കരിക്കണതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അവിടെ ഒരാൾ മരിച്ചു, അയാളെ ബഹുമാനിച്ചോളൂ, 2 കൈയും കൂപ്പിയിട്ട് അയാളെ സങ്കല്പിച്ചിട്ട് കിഴക്കോട്ടോ തെക്കോട്ടോ നമസ്കരിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ശവശരീരത്തെ നമസ്കരിക്കരുത്. അതാണ് ഇവിടെ ഉദ്ദേശം. ഒരിക്കലും ചെയ്യരുത്. കാരണം അത് അയാളല്ല, അയാളുടെ നിർജീവമായ ജഡമാണ്. അതിനെ നമസ്കരിക്കുന്നത് തെറ്റ്. എർഹി വാവ മഹിംനിസേ പരസ്മിൻ കാലമായോ രമേതകരസമ്മോഹ തെക്തോദാത്തേ തദോഭയം. ഭഗവാനിൽ മോഹം നശിച്ചവനായിട്ട് എപ്പോൾ രമിക്കുന്നുവോ രണ്ടിനെയും ഉപേക്ഷിച്ചിട്ട് ഉദാസീനനായിരിക്കുന്നു. കാലത്തിൻ്റെയും മായയുടെയും ആ പ്രവാഹത്തെ വിട്ടിട്ടാണ് ആത്മാവ് നിൽക്കുന്നത് ശരീരത്തിൽ തന്നെ. മരിച്ചു പോയാൽ ആ ആത്മാവ് ശരീരത്തെ വിട്ടു പോകുന്നു. അപ്പോൾ അതിന് ശരീരമായിട്ടൊരു ബന്ധവും ഇല്ല, അവിടെ എവിടെ അതില്ല. അവിടെ ആ ശരീരത്തെ പിന്നെ എന്തിനാണ് നമസ്കരിക്കണത്? എല്ലാ ബന്ധവും ആത്മാവിന് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അതും ബന്ധമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒരേപോലെ ആ ആത്മാവ് ശരീരവുമായിട്ട് ബന്ധമില്ലാതെയാണ് ഇരിക്കുന്നത്. അഥവാ ഒരാളെ നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ അയാളുടെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. മരിച്ചുപോയതിനെ നമസ്കരിക്കുന്നതിന് എന്തർത്ഥമുള്ളത്? ആത്മതത്വവിശുദ്ധ്യർത്ഥം യഥാഹ ഭഗവാനൃതം ബ്രഹ്മണേദശയൻ രൂപം അവ്യളീക പ്രതാതൃത. അവ്യളീകം പരമാർത്ഥവ്രതത്തെ ആദരിക്കുന്നവനായിട്ട്. ഈ വെളീകം എന്നൊക്കെ പറഞ്ഞാൽ കാപട്യമില്ലാതെ എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. പരമാർത്ഥ വ്രതത്തെ സ്വീകരിച്ചിട്ട് ഭഗവാൻ ബ്രഹ്മണേ ബ്രഹ്മാവിനായിക്കൊണ്ട് ആത്മതത്വവിശുദ്ധ്യർത്ഥം ഋതം രൂപം ദർശയൻ, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി യഥാർത്ഥമായ തത്വത്തെ പറഞ്ഞു കൊടുത്തു. യഥാർത്ഥ തത്വത്തെ പറഞ്ഞു കൊടുത്തു ഭഗവാൻ, ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. അതാണ് ഈ അധ്യായത്തിലത്തെ പ്രമേയം. 4-ാമത്തെ ശ്ലോകം ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയം എന്താണ്? ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ശ്രീമദ് ഭാഗവത തത്വം. ഭാഗവതം മുഴുവനില്ല, തത്വം. അതിനെ പിന്നെ നാരദൻ
ശ്രീമദ് ഭാഗവതമാക്കിയിട്ട് വലുതാക്കി. ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവിന് ആര് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാവിന് സാക്ഷാത് ശ്രീനാരായണൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് 8-ാമത്തെ അധ്യായം വരേക്കും അതിന് മുമ്പേ ഉള്ളവരെ ബ്രഹ്മനാരദ സംവാദമാണെങ്കിൽ ഇവിടെ ഭഗവത് ബ്രഹ്മാവിനുമായിട്ടുള്ള സംവാദമാണ്. ശ്രീനാരായണ ബ്രഹ്മസംവാദം എന്ന് വേണമെങ്കിൽ പറയാം. ചതുശ്ലോകി ഭാഗവതം, 4 ശ്ലോകത്തിലാണത്രേ ഭാഗവത തത്വങ്ങൾ ബ്രഹ്മാവിന് നാരായണൻ ഉപദേശിച്ചത്. അദ്ദേഹത്തിന് അത്ര പറഞ്ഞാൽ മനസ്സിലാവും. ബ്രഹ്മാവിന് വേദങ്ങൾ മുഴുവനും പഠിച്ചിട്ടുള്ള ദിഷണാശാലി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കണ്ട. നമുക്കോ ഈ 18,000 ശ്ലോകം എത്ര പ്രാവശ്യം ഇപ്പോൾ ആവർത്തിച്ചു, എന്നിട്ടും തത്വം ആർക്കെങ്കിലും ഉള്ളിൽ പതിയുന്നുണ്ടോ? അത് നമ്മുടെ വ്യത്യാസം, നമ്മളും ബ്രഹ്മാവും തമ്മിലുള്ള വ്യത്യാസം. അത് 4 ശ്ലോകം കൊണ്ട് ബ്രഹ്മാവിന് അത് ഉറച്ചു. നാരദനെ പറഞ്ഞു കൊടുക്കാറായി. ഉറച്ചതുകൊണ്ടാണല്ലോ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉറച്ചില്ലെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അവർ കുറയ്ക്കണം. നമുക്കിത് ഉണ്ടായിട്ടും ആവണില്ല. അപ്പോൾ അവിടെ പറഞ്ഞു, അവ്യളീകം പരമാർത്ഥവ്രതത്തെ സ്വീകരിച്ചിട്ട് ഭഗവാൻ ബ്രഹ്മണെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ആത്മതത്വവിശുദ്ധ്യർത്ഥം, ആത്മതത്വത്തെ അറിയാനായിക്കൊണ്ട്. എന്താണ് ആത്മാവിൻ്റെ തത്വം? ഈ പറഞ്ഞത് തന്നെ, ശരീരവുമായിട്ട് ആത്മാവിന് ഒരു ബന്ധവും ഇല്ല എന്ന പരമതത്വം ഭഗവാൻ ബ്രഹ്മാവിനോട് ഉപദേശിച്ചു കൊടുത്തു. അതൊന്നും അത്ര വേഗം ആർക്കും ബോധ്യമാവണ തത്വമല്ല. ഞാൻ ഈശ്വരനാണ്, ആർക്കെങ്കിലും ബോധ്യമാവുണ്ടോ? എന്നാൽ അപ്പോൾ ലോകം എങ്ങനെയാണ്? അത്ര വേഗം ആർക്കും ബോധ്യമാവില്ല. ബ്രഹ്മാവിന് ഭഗവാൻ ശ്രീനാരായണനാണ് ഈ തത്വത്തെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ബ്രഹ്മാവിന് ബോധം വന്ന തത്വത്തെ നാരദനായിക്കൊണ്ടും, നാരദൻ അത് വ്യാസനായിക്കൊണ്ടും, വ്യാസൻ തൻ്റെ പുത്രനായിരുന്ന ശീശുക മഹർഷിക്കായിക്കൊണ്ടും പറഞ്ഞു കൊടുത്തു. അതെല്ലാതും കൂടിയിട്ടാണ് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ഉപദേശത്തിൻ്റെ ക്രമം. ഇനി ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിക്കാനുണ്ടായ സാഹചര്യമാണ് പറയണത്. ഇവിടുന്ന് അങ്ങട് സ ആദിദേവോ ജഗതാം പരോ ഗുരു സ്വതിഷ്ണമാസ്തായ തിതൃക്ഷൈക്ഷത താം നാപ്യഗച്ഛൻ ദിശമത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിധിർയയാ ഭവേത്. ഈ ആത്മതത്വം അറിഞ്ഞ് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴോ അനുഭവിക്കുമ്പോഴോ ഒരുപാടൊന്നുമില്ല കേട്ടോ. ഇത്ര ഗ്രന്ഥങ്ങളിൽ വ്യാപിച്ച് കിടക്കണ തത്വം ശരിക്കും അത്രയൊന്നുമില്ല. ഇതാണ് വളരെ രസം. എത്ര ഗ്രന്ഥങ്ങളുണ്ട്? നമുക്ക് കോടി ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊന്നും ആവശ്യമില്ല ശരിക്കും. ആർക്ക്? തത്വം അനുഭവിച്ചവർക്ക്. തത്വം അനുഭവിച്ചു കഴിഞ്ഞാൽ, അനുഭവ വേളയിൽ എത്തിക്കഴിഞ്ഞാൽ, അനുഭവ ദിശയിലെത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം അപ്രസക്തമാണ്. വാർപ്പ് എപ്രകാരം മുട്ടുകൊടുത്ത് ഉറച്ചിട്ട് ആ വാർപ്പ് നീക്കുന്നുവോ, മുട്ട് നീക്കി കളയുന്നുവോ, തട്ടിക്കളയുന്നുവോ, അതുപോലെയുള്ള ഈ ഗ്രന്ഥങ്ങളൊക്കെ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇതിലെല്ലാം പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. ആത്മമായ അമൃതേ രാജൻ പറഞ്ഞല്ലോ, കടത്തെ പരസ്യാനുഭവാത്മനക്കടേതർത്ഥതം ബന്ധ സ്വപ്നതൊട്ടരി വാഞ്ചസ. ആത്മാവിന് ശരീരവും പഞ്ചഭൂതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. ഇതാണ് മനസ്സിലാക്കിയാൽ പിന്നെ ഗ്രന്ഥത്തിൻ്റെ കൂടി ആവശ്യമില്ല എന്നാണ്. ഗ്രന്ഥം ഇതിലേക്ക് എത്തിക്കുന്നതാണ്. ഗ്രന്ഥത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതന്നെ ചർവണം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അറിവുള്ളവർ പറയണത്. അത് ചെയ്തതുകൊണ്ട് തെറ്റില്ല. കാരണം ഇത് മന്ത്രശക്തി ഉണ്ട്. ഭാഗവത്തെ സംബന്ധിച്ച് മന്ത്രശക്തി ഉണ്ട്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അറിഞ്ഞാലും ചെല്ലാം. നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം എന്താ അറിയാനാ, ചിലതൊക്കെ അറിഞ്ഞു എന്ന് നമ്മൾ ധരിച്ചാലും വെറുതെ പാരായണം ചെയ്യുന്നതിനൊരു ഫലമുണ്ട്. അത് ശ്ലോകങ്ങളുടെ മന്ത്രശക്തിയാണ്. സത്യത്തിൽ
ആ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയണം വേണ്ടത്. അത് എളുപ്പമല്ല, അവിടേക്ക് എത്തുക എളുപ്പമല്ല, എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പവുമാണ്. എന്താണിത് രണ്ടും കൂടി പറഞ്ഞത്? എത്താൻ ഒരുപാട് ഘട്ടങ്ങളിൽ കൂടിയിട്ടേ അവിടേക്ക് എത്തുള്ളൂ. ആദിദേവനായിരിക്കുന്ന ബ്രഹ്മാവ്, ഇവിടെ പറയണ സ ആദിദേവോ ജഗതാം പരോ ഗുരു, ജഗത്തിൻ്റെ പരമഗുരുവായിരിക്കുന്ന ആദിദേവൻ ബ്രഹ്മാവ്. ഇവിടെ പറയണം സ്വതിഷ്ണ്യമാസ്തായ സൃഷ്ടേക്ഷത, തൻ്റെ സ്ഥാനമായിരിക്കുന്ന ബ്രഹ്മലോകത്തിരുന്ന് സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ലോകം മുഴുവൻ സൃഷ്ടിക്കണം, ആണ്ടോ ഭഗവാൻ കൊടുത്ത കർത്തവ്യം ലോക സൃഷ്ടി. അത് ശ്രമിക്കുകയാണ്. പക്ഷേ എങ്ങനെ സൃഷ്ടിക്കണം ഒരാശയവും മനസ്സിലില്ല, യാതൊന്നും അറിയില്ല. ഒരു ഡ്യൂട്ടിയിൽ നമ്മൾ ചേർന്നു, ഒന്നും പറഞ്ഞു തരാൻ ഒരാളില്ലെങ്കിൽ എങ്ങനെ ഡ്യൂട്ടി ചെയ്യും? ഡ്യൂട്ടി ചെയ്യാൻ സ്ഥാനത്ത് ഇരിക്കാൻ ശമ്പളം വാങ്ങാനും പറ്റുമോ? പുതിയ ഒരു ഡ്യൂട്ടി കിട്ടി, പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി, എന്തൊക്കെ നമുക്ക് പഠിച്ചുണ്ടാക്കണം. അതുപോലെ ബ്രഹ്മാവ് കുഴങ്ങി എന്ന് പറയാം. സൃഷ്ടേക്ഷത, സൃഷ്ടിക്കാൻ ആഗ്രഹം. എന്തൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത്? ഇത് ചെറിയ കളിയാണോ 14 ലോകം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ? താം നാത്യഗച്ഛൻ ദിശം അത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിധി. നമുക്കറിയാം പ്രപഞ്ച നിർമ്മാണ വിധി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിർമ്മിക്കുന്നതായ രീതി, അതിൻ്റെ സമ്പ്രദായം എന്താണ് എന്ന് അറിഞ്ഞില്ല. നാത്യഗച്ഛൻ, അതിനെ അറിഞ്ഞില്ല. യാതൊരുവിധ ബോധമോ അതിനെക്കുറിച്ചുള്ള അവബോധമോ ഇല്ലാതെ അദ്ദേഹം വളരെയേറെ വിഷമിച്ചു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദിദേവോ ജഗതാം ത ആദിദേവോ ജഗതാം പരോ ഗുരു സൃഷ്ടിമാസ്തായ സൃഷ്ടേക്ഷത, തൻ്റെ സ്ഥാനത്തിരുന്ന് ലോക സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിച്ചു. താം ന ജഗൻ ദൃശം അത്ര സമ്മതം, ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും കിട്ടാതെ പ്രപഞ്ച നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ച് ആകുലനായി. അങ്ങനെയാണ് ഈ അറിവിലേക്ക് എത്തണ ഘട്ടം കഥയായിട്ട് പറയുകയാണ്. പിന്നെയോ സചിന്തയൻ ദറ്റരമേഹകദാംബ സുഭാഷുണേ ദൃഗതിതം വചോ വിഭു പർശേഷു യക്ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃഭയധനം വിദു. പലപ്പോഴും നമ്മുടെ പ്രേരണകളെല്ലാം ഈശ്വര പ്രേരിതമാണ്. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അവിടെ ഒരു ഈശ്വര പ്രേരണ ഉണ്ടാവും. ഇത് ഓർത്തവർക്ക് തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ കാണിക്കാമെന്നൊരു ലൈസൻസ് അല്ല കേട്ടോ ഇത്. അതല്ലേ എന്തോ ആവാം, ഈശ്വര പ്രേരണയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എതിർച്ചയാ ദുർലഭമായിട്ട് അങ്ങോട്ട് ചെയ്യേണ്ടി വന്നാൽ അത് എപ്പോഴും നമ്മുടെ സ്ഥിരം പതിവല്ല. അത്രയൊരു മംഗള അല്ല എന്ന് കൂട്ടാ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വന്നു, അത്രയും ഇങ്ങോട്ട് ശരിയല്ല എന്ന് തോന്നും. ബാഹ്യദൃഷ്ടി നമ്മൾ ചെയ്യാറൊന്നുമില്ല, ചെയ്യേണ്ടി വന്നു, ഒരിക്കലും അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതിലേക്ക് ചാടി എന്നൊക്കെ പറയാം. അത് ഈശ്വര പ്രേരണയാണ് എന്നേ നമുക്ക് വിചാരിക്കാൻ കഴിയൂ. സാധാരണ അയാൾ ചെയ്യണതല്ല അത്. അപ്പോൾ ഈശ്വര പ്രേരണയാണ് ലോകത്തിലത്തെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. വ്യാസൻ്റെ ജനനം തന്നെ എടുത്ത് നോക്കൂ. സത്യവതിയിൽ തോണിയിൽ വെച്ചിട്ടാണ് സത്യവതി ഗർഭവതി ആവുന്നത് അല്ലേ? ആ സത്യത്തിൽ ആ പരാശര മഹർഷി അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ലല്ലോ, വളരെ ജ്ഞാനിയാണ്. അപ്പോൾ അവിടെ ഒരു ഈശ്വര പ്രേരണ ഉണ്ട്. കാരണം വ്യാസൻ എന്ന മഹാപുരുഷന് ജന്മം നൽകണം. വ്യാസൻ എന്ന മഹാപുരുഷന് ജന്മം നൽകാൻ ഭഗവാൻ ഉള്ളിൽ കൊടുത്ത പ്രേരണ കൊണ്ടാണ് സത്യവതി തോണിയിൽ വെച്ച് ഗർഭവതിയാവുന്നത്. അതേപോലത്തെ അത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. സർവം ഭവത് പ്രേരണ ഏവ ഭൂമൻ. ഇവിടെ അശരീരി ഉണ്ടായി. എന്താണ് അശരീരി ഉണ്ടായത്? പർശേഷയ ഷോഡശം ഏകവിംശം 16 ഷോഡശം ഏകവിംശം 21. അ ആ ഇ ഈ ഉ ഊ ഋ എ ഓ ഔ അം അ, ഈ ക്രമത്തിൽ 16ാമത്തെ അക്ഷരം ത എന്നാണ് വരിക. ഏകവിംശം 21 പ. അത് കാക്ക ഗംഗം മുതൽക്ക് എടുക്കേണ്ടതെന്ന് വരുന്നത് 16. ക ഖ ഗ ഘ ങ ങ ച ഛ ജ ജ ഞ
ത എന്ന് പറയുമ്പോൾ 16, പിന്നെ ഏകവംശം 21. കണക്കാക്കിയ 16ാമത്തെ അക്ഷരം ത, 21ാമത്തെ അക്ഷരം പ, രണ്ടും കൂടി ചേർന്ന തപ. തപ 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 തപ. ഇത്തരം ഒരു അശരീരി കേട്ടു. ബ്രഹ്മാവേ, എങ്ങനെ സൃഷ്ടി നടത്തണം എന്ന് അങ്ങേക്ക് അറിയണമെങ്കിൽ തപസ് ചെയ്താലേ ആവുള്ളൂ. വെറുതെ ഒന്നും ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റില്ല. നല്ല തപസ് ചെയ്യണം. തപസ് പറഞ്ഞാൽ കഠിന പ്രയത്നം വേണം എന്ന അശരീരി ഉണ്ടായി. ഭഗവത് പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ആ ജ്ഞാനത്തിലേക്ക് എത്തി എന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ലേശൊരു കട്ടിയുള്ള ഭാഗമായതുകൊണ്ടാണ് നീങ്ങാത്തത്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മന വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യത്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.